എൻ്റെ പേര് ഷെർലി. ഞാൻ ഹൈദരാബാദിലെത്തിയിട്ട് 17 വർഷത്തോളമായി. ഭർത്താവിൻ്റെ ജോലി സംബന്ധമായി ട്രാൻസ്ഫർ ആയിട്ട് ബാംഗ്ലൂരിൽ നിന്നും വന്നതാണ്. കണ്ണൂരാണ് സ്വദേശം. 2 കുട്ടികളാണ്. ഞാൻ 2ാം തവണയാണ് ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നത്. ഇപ്രാവശ്യം കലാ സാംസ്കാരിക വിഭാഗത്തിലുള്ള ഡിസ്കഷനിലാണ് ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യത്തെ തവണയും അങ്ങനെ തന്നെയാണ്. സാംസ്കാരിക വിഭാഗത്തിലാണ് ഞാൻ ലോക കേരള സഭ മെമ്പർ ആവുന്നത്. അപ്പം അതിൽ വളരെ ഉപകാരപ്രദമായ ചർച്ചകളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ അവിടെ ഉന്നയിച്ച കാര്യങ്ങൾ നമ്മുടെ തനത് കലാരൂപമായ മോഹിനിയാട്ടത്തിനെ ജനകീയമാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റിന് എങ്ങനെ പ്രവാസി ലോകത്തെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നതായിരുന്നു ഞാനവിടെ മെയിനായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ എടക്ക പോലെയുള്ള വാദ്യോപകരണങ്ങൾ വായിക്കാൻ ഇവിടെ കേരളത്തിനെ തന്നെ നമ്മൾ ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും, കേരള ഗവൺമെന്റിന് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ കഥകളി ഹൈദരാബാദിൽ ഒരു കഥകളി നടത്താൻ നോക്കുമ്പം ഇവിടെ ആർട്ടിസ്റ്റ് ഇല്ല. ഞങ്ങൾക്ക് കേരളത്തിൽ തന്നെ കൊണ്ടുവരണം. അതിനുള്ള സാമ്പത്തിക സ്രോതസ് ഇവിടെയുള്ള അസോസിയേഷൻസിനെല്ലാം എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഗവൺമെന്റിനോട് റിക്വസ്റ്റ് ചെയ്ത കാര്യം, ഒരു കഥകളി അധ്യാപകനെ ഗവൺമെന്റിന്റെ സപ്പോർട്ടോടെ തന്നെ ഇവിടെ നിയമിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു പരിധിവരെ ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റും. ഇനി വരുന്ന ഗവൺമെന്റ് തുടർച്ചയായി വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ടീച്ചറായി കുറച്ചു കാലം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികളുടെ പഠിത്തത്തിൻ്റെ കാര്യത്തിൽ അത് പിന്നെ ഉപേക്ഷിച്ചു. ഇവിടെ ആദ്യം മലനാട് അസോസിയേഷനിലാണ് ഞങ്ങൾ സാംസ്കാരിക പരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ തുടങ്ങിയത്. ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഉടനെ തന്നെ ഇവിടെ ഒരു പ്രവാസി നാടക മത്സരം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി KSN നടത്തുന്ന പ്രവാസി ഡ്രാമ കോമ്പറ്റീഷനിലായിരുന്നു ആദ്യമായിട്ട് ഞാനിവിടെ നാടകം അവതരിപ്പിച്ചത്. അതിനുശേഷം 3 വർഷത്തോളം തുടർച്ചയായി മെയിൻ ക്യാരക്ടർ അവതരിപ്പിച്ചു. അതുകൂടാതെ പഴയ ഭരതനാട്യം ഒരു ഡാൻസർ ആയിരുന്നു ഞാൻ. ഇവിടെ വന്നതിന് ശേഷം 6-7 വർഷമായി മോഹിനിയാട്ടത്തിൽ പെർഫോം ചെയ്യുന്നു. വീണ്ടും നൃത്തരൂപത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 4-5 ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈയിടെ സെൻട്രൽ ഗവൺമെന്റിന്റെ GST ആഡിൽ അഭിനയിച്ചു. ഒരു തെലുങ്ക് ഫിലിം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പം ഞാൻ ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് ആണ്. മുമ്പത്തെ വനിതാ കൺവീനർ ആയിരുന്നു. അതുകൂടാതെ മലനാട് അസോസിയേഷൻ, തണൽ സേവാ സമിതി, ഈ മലയാളി സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നു. വുമൻസ് ഡേ സെലിബ്രേഷന്റെ ഭാഗമായി കഴിഞ്ഞ കാലയളവിൽ ഗർഭാശയകള ക്യാൻസറിന്റെ സ്ക്രീനിങ്, ഒരു മെഡിക്കൽ ക്യാമ്പ്, എല്ലാ രോഗനിർണയത്തിന്റെയും ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു വനിതകൾക്ക് വേണ്ടി. മലയാളികൾക്ക് മാത്രമല്ല, എല്ലാ ഭാഷകളിലുള്ള സ്ത്രീകളും അതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെയുള്ള വർഷങ്ങളിൽ ടൈലറിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു വർക്ക്ഷോപ്പായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അതും വളരെയധികം സ്ത്രീകൾ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം ചെയ്തത് കിച്ചൺ ഗാർഡനിങ്, ടെറസ് ഗാർഡനിങ്, അങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ വിത്ത് വിതരണം, അങ്ങനെയുള്ള ക്ലാസ്സും, ഒരു ഹോർട്ടിക്കൾച്ചർ ഓഫീസർ വന്ന് ക്ലാസ് എടുത്ത് സ്ത്രീകൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രവാസി ഡ്രാമ കോമ്പറ്റീഷൻ കഴിഞ്ഞ കാലയളവിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇത് നിർത്തലാക്കിയ പോലെ കാണുന്നത്. അത് തുടരണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ മലബാർ ഏരിയയിലേക്ക് ട്രെയിൻ സർവീസ് ആഴ്ചയിൽ 2 ദിവസം മാത്രമേ ഉള്ളൂ. അത് ഇവിടെയുള്ള ഹൈദരാബാദ് മലയാളീസിനെ വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് ഡെയിലി ആക്കാൻ പറ്റുവാണെങ്കിൽ നല്ലത്. അതല്ല, ഒരു ബസ്, RTC ബസ് കിട്ടുവാണെങ്കിൽ അത് ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇതൊക്കെ നിവേദനമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ കേരള ഭവൻ, അതും ഞങ്ങൾ കുറെ കാലമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതിന് വേണ്ട കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടാവണം എന്നുള്ള കാര്യം കൂടി എഴുതി ഒരു നിവേദനമായി ഗവൺമെന്റിന്റെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. ഗവൺമെന്റ് ചെയ്ത നല്ല കാര്യങ്ങളിൽ പ്രവാസി പെൻഷൻ ഒരു വലിയൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഇപ്പം ഞാൻ നാട്ടിൽ പോയപ്പോൾ തന്നെ എൻ്റെ ഒരു റിലേറ്റീവ് ഗൾഫ് പ്രവാസിയായിരുന്നു, ഇപ്പം നാട്ടിൽ തിരിച്ചെത്തി. അവർക്കൊക്കെ പെൻഷൻ കിട്ടാൻ തുടങ്ങി എന്ന് പറഞ്ഞു. അവരുടെ ഫ്രണ്ടിന് 7000 രൂപയോളം കിട്ടുന്നു എന്ന് പറഞ്ഞു. അതുപോലെ അവരുടെ വീട്ടിൽ നിൽക്കുന്ന, സഹായത്തിന് നിൽക്കുന്ന
ഒരു ചേച്ചിക്ക് അവർക്ക് പെൻഷൻ അതൊക്കെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പം കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. നോർക്കയും ലോക കേരള സഭയും കൂടി ചെയ്ത മെഡിക്കൽ ഇൻഷുറൻസ് അത് ഈയിടെ കഴിഞ്ഞ കുറച്ച് മാസത്തിനുള്ളിൽ നടന്ന കാര്യമാണ്. പക്ഷെങ്കിൽ ആ ടേം കഴിഞ്ഞ് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിന്റെ ബെനിഫിറ്റ് ഹൈദരാബാദിൽ തന്നെ ഉള്ള ഒരാൾ കിട്ടിത്തുടങ്ങി എന്ന് അറിയിക്കുമ്പോൾ അത് വളരെ സന്തോഷം തോന്നുന്നു. ഗവൺമെന്റിന് എത്ര നന്ദി പറഞ്ഞാലും അതൊന്നും മതിയാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ മലയാളം മിഷൻ തെലങ്കാന ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ വളരെ ശ്ലാഘനീയമായ രീതിയിലാണ് നടക്കുന്നത്. അതുമൊക്കെ വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. എല്ലാവരും നല്ല ആക്റ്റീവ് പ്രവർത്തകരാണ് ഇവിടെയുള്ള. നമ്മുടെ മലയാളി കുട്ടികൾ ഇതിലൊക്കെ പങ്കെടുത്ത് നമ്മൾ മലയാള ഭാഷ പഠിക്കുന്നു, അതിൽ വളരെ സജീവമായി പരിപാടികളിൽ പങ്കെടുക്കുന്നു, പല പ്രോഗ്രാമും ചെയ്യുന്നു. അതൊക്കെ വളരെ ഗവൺമെന്റ് തലത്തിൽ നടത്തി വന്ന മലയാളം മിഷന്റെ ഇടപെടലുകൾ വളരെ അഭിനന്ദനാർഹമാണ്. ഇപ്രാവശ്യത്തെ കണിക്കുന്ന അവാർഡ് തെലങ്കാന മലയാളം മിഷൻ ചാപ്റ്ററിനാണ് കിട്ടിയിരിക്കുന്നത്. അത് ഇവിടുത്തെ എല്ലാ ഭാരവാഹികളുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും പ്രവർത്തനം എഫേർട്ട് നടത്തിയത് കൊണ്ട് തന്നെയാണ് അവർക്കൊക്കെ കൺഗ്രാറ്റുലേഷൻസ് പറയുന്നു. ഈ ലോക കേരള സഭ മെമ്പർ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് രാജ്യത്തെമ്പാടുമുള്ള മലയാളിയിലേക്ക് എത്തുന്നു എന്നതാണ്. അവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പം നമ്മൾക്ക് അവരുടെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പേഴ്സ് ആ ഗ്രൂപ്പിലൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ സഹായം കിട്ടുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു നേട്ടം. എല്ലാ മലയാളികളും ഒരു കൊടക്കീഴിൽ എത്തുക എന്ന പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റിന്റെ ഈ ഒരു സംരംഭം അതെന്തുകൊണ്ടും ഫലവത്തായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെക്കൊണ്ട് എനിക്ക് തന്നെ ഇതിനു മുമ്പ് ഉള്ള അനുഭവം വെച്ച് നോക്കുമ്പോൾ ഇവിടെ പ്രവാസിക്ക് ഒരു ആവശ്യം വരുമ്പം ഔട്ട് ഓഫ് കൺട്രിയിലുള്ള ആൾക്കാർക്ക് അവര് നമ്പർ എടുത്ത് കോണ്ടാക്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് ഈ LKS എന്നതുകൊണ്ടുള്ള ഒരു ഗുണം. ലോക കേരള സഭാ മെമ്പർ എന്ന നിലയിൽ പ്രവാസി മലയാളികൾക്ക് എന്തെങ്കിലും ഒരു വിഷമം നേരിടുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഞങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ എന്നും അതിൻ്റെ മുന്നിൽ ഉണ്ടാകും എന്ന് വാഗ്ദാനം ചെയ്യുന്നു. എന്നും ഞങ്ങൾ കൂടെ ഉണ്ടാകും.